രജനീകാന്ത് അഭിനയ ജീവിതം നിർത്തുന്നതായി സൂചന. കമൽഹാസനൊപ്പമുള്ള ചിത്രത്തിന് ശേഷം സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് വിവരം. നിലവിൽ ജയിലർ 2 ചിത്രീകരണ തിരക്കിലാണ് താരം. അതിന് പിന്നാലെ സംവിധായകൻ സുന്ദർ സിക്കൊപ്പമുള്ള ചിത്രത്തിന് ശേഷമാണ് കമലിനൊപ്പം എത്തുന്നത്. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, ഗുഡ് മോർണിംഗ്. ആരാധകരെ സംബന്ധിച്ച് നെഞ്ച് തകർക്കുന്ന വാർത്തയാണ്. ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൂചന പുറത്തേക്ക് വരുമ്പോൾ അതിന് പിന്നിൽ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഹരി? രജനീകാന്ത് അഭിനയ ജീവിതം നിർത്തുന്നു എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലൊന്ന്. 2027 രജനി അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ 174ാമത്തെ ചിത്രത്തോടു കൂടിയാണ് രജനി അഭിനയ ജീവിതം നിർത്തുന്നത്. കഴിഞ്ഞ റിലീസായത് കൂലിയാണ്. അത് രജനിയുടെ 171ാമത് ചിത്രമാണ്. അതിനുശേഷം ഒരുങ്ങുന്നത് 3 ചിത്രങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ജയിലറിൻ്റെ 2ാം ഭാഗം. ഇപ്പോൾ അതിൻ്റെ ചിത്രീകരണം കേരളത്തിലും പരിസരത്തുമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതാണ് രജനിയുടെ 172ാമത് ചിത്രം. അതിനുശേഷം സുന്ദർ സി എന്ന സംവിധായകനുമൊപ്പം ഒരു ചെറിയ ഷെഡ്യൂൾ ഒരു സിനിമയായിരിക്കും. അത് ഏകദേശം ഒരു 2 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളിൽ 173ാമത്തെ ചിത്രം. അതിന് പിന്നാലെയാണ് കമൽഹാസനൊപ്പം, തൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സുഹൃത്തായ കമൽഹാസനൊപ്പം അഭിനയ ജീവിതം അവസാനിപ്പിക്കുകയാണ് തൻ്റെ 174ാമത്തെ ചിത്രത്തിലൂടെ. രജനിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴായിട്ടും ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ വർഷം തന്നെ ആശുപത്രികളിൽ തന്നെയായിരുന്നു രജനിയുടെ വാസം തന്നെ. അതിനിടയിലാണ് പല ചിത്രീകരണ വേളകളിലും രജനി എത്തിയത് തന്നെ. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. 2 ആഴ്ചകൾക്ക് മുമ്പാണ് രജനി ഹിമാലയത്തിലേക്ക് പോയത്. രജനി എല്ലാ കൊല്ലവും പോകുന്നത് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും തൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം തനിക്ക് കൃത്യമായ രീതികളിൽ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ യാത്രകളിൽ, ആത്മീയമായ യാത്രകളിലൊന്നും പങ്കെടുക്കാനോ രജനിക്ക് സാധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. പ്രായം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ രജനിയെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ രജനിയെ വല്ലാത്ത രീതിയിൽ തൻ്റെ അസുഖങ്ങൾ ബാധിക്കുകയും അത് തൻ്റെ കരിയറിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കൊണ്ടാണ് രജനി ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. 2027, അതായത് 2 വർഷങ്ങൾക്ക് ശേഷം രജനിയുടെ അഭിനയ ജീവിതം നിർത്തുന്നു എന്നുള്ളതാണ്. തമിഴ് സിനിമയിൽ 1975 തുടങ്ങിയ ആ ഒരു അഭിനയ ജീവിതം ഇക്കൊല്ലം തന്നെയാണ് നമ്മൾ 50 വർഷം രജനിയുടെ ചെയ്തത്. അതിന് പിന്നാലെ 2 വർഷങ്ങൾക്ക് ശേഷം രജനിയുടെ അഭിനയ ജീവിതം നിർത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് ആദ്യമായി 100 കോടിയും 200 കോടിയും 300 കോടി ക്ലബിലൊക്കെ തമിഴ് സിനിമാ മേഖലയെ ആദ്യമായി എത്തിച്ച താരവും ഇന്ത്യൻ സിനിമയുടെ പോപ്പുലാരിറ്റി തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് വെച്ച താരവും കൂടിയാണ് രജനി. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ രജനീകാന്തിനെ മാത്രവും കൂടിയാണ്. എന്നാൽ ഇപ്പോഴും തമിഴ് സിനിമാ മേഖലയിൽ ഒട്ടാകെ നിൽക്കുന്ന കോടി ക്ലബ്ബുകളുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ പോലും, നമ്മളൊരു പോപ്പുലാരിറ്റി എന്ന രീതിയിൽ എടുത്തു നോക്കുമ്പോഴും ബോക്സ് ഓഫീസ് കളക്ഷനുകൾ എടുത്തു നോക്കുമ്പോൾ പോലും 1000 കോടി ക്ലബ്ബുകൾ തമിഴ് സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബാക്കി തെലുങ്കിലും കന്നഡയിലും ഒക്കെ, ഇപ്പോൾ കന്നഡയിൽ കാന്താര 2 ഒക്കെ എത്തി നിൽക്കുന്നത് പോലും രജനിയുടെ ഒരു സ്റ്റാർഡം എത്രമാത്രം വലുതാണ് എന്ന രീതിയിൽ ഇപ്പോഴും കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോഴും പല രീതിയിലേക്ക് സംസാരങ്ങൾ വരുമ്പോൾ പോലും 1000 കോടി ക്ലബ്ബ് മാറി നിൽക്കുകയാണെങ്കിൽ അത് രജനിയുടെ കൈകളിൽ കൊണ്ടായിരിക്കണം. കാരണം ആദ്യം 100 കോടി ക്ലബ്ബ് എത്തിച്ചത് രജനിയാണ് തമിഴ് സിനിമാ മേഖലയിൽ. ഒരു വലിയ പോപ്പുലാരിറ്റി ഇന്ത്യ ഒട്ടാകെ തന്നെ തമിഴ് സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവന്നതും രജനിയാണ്. പ്രത്യേകിച്ച് 1980-85 കാലഘട്ടത്തിൽ. അതിൽ നിന്നുകൊണ്ടാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് മാറുമെന്ന് രജനിയുടെ പ്രഖ്യാപനവും അതിന് പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പിന്നീട് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നു, പിന്നെയും വിട്ടുനിൽക്കുന്നു. അതെല്ലാം തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് മാത്രമാണ്. അതിന് പിന്നാലെയാണ് അഭിനയ ജീവിതം താൻ എന്ത് വിധേനയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് രജനിയുടെ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് പിന്നാലെ സിനിമകൾ സൈൻ ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ അതിനൊരു തീരുമാനം എത്തുകയാണ്. 2027 അഭിനയ ജീവിതം പൂർണ്ണമായും നിർത്തുകയാണ് രജനി. പിന്നീട് വളരെ പേഴ്സണൽ സ്പേസിലേക്ക് രജനി മാറുകയും ചെയ്യും. അങ്ങനെ ഗ്ലാമർ ലൈറ്റുകളിൽ നിന്നും 2 വർഷങ്ങൾക്ക് ശേഷം രജനി വിട്ടു നിൽക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ അത് തമിഴ് സിനിമാ മേഖലയിൽ തന്നെ വലിയൊരു ക്ഷീണം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് പരമായിട്ടും അല്ലെങ്കിൽ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് തന്നെ മാറ്റുന്ന രീതിയിലേക്ക് ഓരോ കൊല്ലവും രജനി ചിത്രങ്ങൾ മാറുമ്പോഴേക്കും അതനുസരിച്ച് തമിഴ് സിനിമയുടെ മാർക്കറ്റ് കൂടെ വൈഡൻ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ, പുതിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെല്ലാം തന്നെ രജനിയെ വിശ്വസിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. ആ ഒരു രീതിയിൽ ഇന്നും പ്രേക്ഷകർ കൈവിടാത്ത 5 തലമുറകൾ ഇന്നും പിന്തുടരുന്ന നായകൻ എന്ന ഒരേ ഒരു ഖ്യാതിയുള്ള ഒരു നായക നടൻ ഇന്നും ഉണ്ടെങ്കിൽ അത് രജനീകാന്ത് തന്നെയാണ്. അങ്ങനെ ഒരു നായക നടൻ പെട്ടെന്ന് തിരശ്ശീലയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അത് തമിഴ് സിനിമ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണവും ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം 3 സിനിമകൾക്ക് ഇപ്പുറം താൻ അഭിനയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്നു എന്നുള്ള വാദം വരുന്നത്. കമൽഹാസനൊപ്പമുള്ള ചിത്രം തന്നെയായിരിക്കും തൻ്റെ അവസാനത്തെ ചിത്രമെന്ന് രജനി മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. കമലിനൊപ്പം തന്നെ തൻ്റെ അവസാന ചിത്രം അഭിനയിക്കും. പക്ഷേ അത് സംവിധാനം ചെയ്യുന്നത് ആരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പല സംവിധായകരുടെയും പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. പല ചർച്ചകളും ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും കമൽ തന്നെ ചിത്രം നിർമ്മിക്കും. ആ ചിത്രത്തോടു കൂടി രജനീകാന്ത് അഭിനയ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അറിയാം. MS ഹരീഷിനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും 174ാമത് ചിത്രത്തോടു കൂടി
സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്റെ അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നു. പൂർണ്ണമായും പേഴ്സണൽ ലൈഫിലേക്ക് അദ്ദേഹം മാറുകയാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആരാധകരെ സംബന്ധിച്ച് സ്വാഭാവികമായും അത് നെഞ്ചിലൊരു മുറിവേൽപ്പിക്കുന്ന പോലത്തെ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഇടവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം പലതവണ ഈ രാഷ്ട്രീയ പ്രഖ്യാപനം, രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഒക്കെയും നടത്തിയിരുന്നതാണ്. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷമൊക്കെയും അദ്ദേഹം ആ തീരുമാനത്തിൽ നിന്ന് അടക്കം പിന്നോട്ട് പോയത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്. ഇതേ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം സിനിമാ ജീവിതത്തിൽ നിന്നും കൂടി പിൻവാങ്ങുന്നു എന്നതാണ്. 2027 കൂടിയിട്ടായിരിക്കും അവസാന ചിത്രം പുറത്തുവരിക. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവിന് പിന്നാലെ ഗാസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേലി സൈന്യം. ഹമാസ്